തെന്നിന്ത്യൻ സിനിമയെ ഒരു കാലത്ത് അടക്കി വാണ താരസുന്ദരിയായിരുന്നു ഭാനുപ്രിയ. ചുരുങ്ങിയ സിനിമകളിലൂടെ മലയാളികളുടെയും ഹൃദയം കീഴടക്കിയിരുന്നു താരം. മാത്രമല്ല 80കളിലും 90കളിലും ഏറ്റവും താരമൂല്യമുള്ള നായികയുമായിരുന്നു ഭാനുപ്രിയ. ഇന്ത്യയിലെ എല്ലാ സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പവും ഭാനുപ്രിയ അഭിനയിച്ചിട്ടുണ്ട്. അഭിനേത്രിക്ക് പുറമെ മികച്ച നർത്തകിയുമാണ് താരം. അഭിനയത്തിലൂടെയും ഡാൻസിലൂടെയും ആളുകളുടെ മനസ്സ് കവർന്ന ഭാനുപ്രിയ ഇപ്പോൾ വളരെ കുറച്ച് സിനിമകളിൽ മാത്രമാണ് പ്രത്യക്ഷപ്പെടുന്നത്. താരത്തിനെതിരെ നിരവധി ചോദ്യങ്ങളും ഉയർന്നു വരാറുണ്ട്. എല്ലാ വർഷവും തെന്നിന്ത്യൻ താരങ്ങളൊക്കെയും ഒരുമിച്ച് ഒരു ദിവസം മീറ്റപ്പുകൾ നടത്താറുണ്ട്. 80-90 കാലഘട്ടത്തിൽ തുടങ്ങിയ സൗഹൃദം തെന്നിന്ത്യയിലെ താരങ്ങൾക്കിടയിൽ ഇപ്പോഴുമുണ്ട്. അതുകൊണ്ടാണ് അത്തരം മീറ്റുകൾ താരങ്ങൾക്കിടയിൽ നടത്താറുള്ളത്. ചിരഞ്ജീവി, ബാലകൃഷ്ണ, വെങ്കടേഷ്, മോഹൻലാൽ, സുമൻ, അർജുൻ, രാധിക, രാധ, രമ്യ കൃഷ്ണൻ, സുഹാസിനി തുടങ്ങി നിരവധി താരങ്ങളാണ് ഒത്തുകൂടാറുള്ളത്. എന്നാൽ അക്കാലത്തെ സൂപ്പർ നായികയായ ഭാനുപ്രിയ ഇതിലൊന്നും ഉണ്ടാകാറുമില്ല. എന്തുകൊണ്ടാണ് ഭാനുപ്രിയ മാത്രം ഇത്തരം മീറ്റുകളിൽ പ്രത്യക്ഷപ്പെടാത്തത് എന്ന് ആരാധകരും ചോദിക്കാറുണ്ട്. പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയാണ് ഭാനുപ്രിയ ഇപ്പോൾ കടന്നു പോകുന്നതെന്നാണ് നടൻ ഭാനു ചന്ദർ പഴയൊരു അഭിമുഖത്തിനിടെ പറഞ്ഞത്. കുടുംബത്തിൽ പലതരം പ്രശ്നങ്ങൾ ഉണ്ടെന്നും അതുകൊണ്ടാണ് ഭാനുപ്രിയ ഇത്തരം ഒത്തുകൂടലുകളിലൊന്നും പങ്കെടുക്കാത്തതെന്നുമാണ് ഭാനു ചന്ദറിന്റെ വാക്കുകൾ. 2018 ഭർത്താവിന്റെ മരണശേഷം ഭാനുപ്രിയ ഇപ്പോൾ മകൾക്കൊപ്പം ചെന്നൈയിലാണ് താമസം. എന്നാൽ അതിനുശേഷവും ഭാനുപ്രിയ ചില സിനിമകളിൽ അഭിനയിച്ചിരുന്നു. എങ്കിലും ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ താൻ നേരിടുന്നുണ്ടെന്ന് ഭാനുപ്രിയ തന്നെ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. സിനിമയിൽ അഭിനയിക്കുമ്പോൾ നിരവധി വിവാദങ്ങളിൽ ഭാനുപ്രിയയുടെ പേരും ഉയർന്നു വന്നിരുന്നു. അതിലേറ്റവും വലുത് തെലുഗു സംവിധായകൻ വംശിയുമായുള്ള ബന്ധമായിരുന്നു. വിവാഹിതനായ വംശിക്ക് ഭാനുപ്രിയയോട് കടുത്ത പ്രണയമായിരുന്നു. വംശിയുടെ സിതാര എന്ന ചിത്രത്തിലൂടെയാണ് ഭാനുപ്രിയ തെലുങ്കിൽ അഭിനയിക്കുന്നത്. അതിനുശേഷം നിരവധി സിനിമകളിൽ വംശിയുടെ നായികയായി ഭാനുപ്രിയ വന്നിട്ടുമുണ്ട്. എന്നാൽ ഈ ബന്ധം ഭാനുപ്രിയയുടെ അമ്മ എതിർത്തതിനെ തുടർന്നാണ് വിവാഹത്തിലേക്ക് എത്താതിരുന്നത്. ആ കാലഘട്ടത്തിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു ഭാനുപ്രിയയുടെയും വംശിയുടെയും ബന്ധം. അതിനുശേഷവും ഭാനുപ്രിയ സിനിമകളിൽ തിളങ്ങി. തമിഴിലും തെലുങ്കിനും പുറമെ മലയാളം, ഹിന്ദി, കന്നഡ ചിത്രങ്ങളിലും ഭാനുപ്രിയ തന്റെ വളർച്ച രേഖപ്പെടുത്തി. ഒപ്പം അവാർഡുകളും താരം വാരിക്കൂട്ടി. തെലുഗു സിനിമകളിൽ നിറസാന്നിധ്യമായിരുന്ന ഭാനുപ്രിയ താരങ്ങളുമായി ഇപ്പോൾ സഹകരണമില്ല എന്നാണ് പൊതുവെ പറയുന്നത്. എന്നാൽ ഒരു അഭിമുഖത്തിനിടെ ഈ വിഷയത്തെക്കുറിച്ച് ഭാനുപ്രിയ പറഞ്ഞത് തന്നെ ഇത്തരം മീറ്റുകൾക്ക് ആരും ക്ഷണിക്കാറില്ല എന്നാണ്. സിനിമയിൽ ഇത്രയും ആരാധകരെ ഉണ്ടാക്കിയ ഭാനുപ്രിയയ്ക്ക് പക്ഷേ ഇപ്പോൾ സിനിമയിൽ അത്രയധികം സൗഹൃദങ്ങളില്ല. സിനിമയുടെ ഏറ്റവും ഉയർച്ചയിൽ നിൽക്കുമ്പോഴായിരുന്നു 1998 ഭാനുപ്രിയയുടെ വിവാഹം നടന്നത്. ഡിജിറ്റൽ ഗ്രാഫിക് ഡിസൈനറായ ആദർശ് കൗശലിനെയാണ് ഭാനുപ്രിയ വിവാഹം ചെയ്തത്. വിവാഹത്തോടെ താരം അമേരിക്കയിലേക്കും താമസം മാറ്റി. എങ്കിലും സിനിമകളിൽ ഇടയ്ക്കിടെ ഭാനുപ്രിയ വന്നുപോയി. ആ സമയത്താണ് മലയാളത്തിൽ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന സിനിമ ചെയ്യുന്നത്. അതിൽ മികച്ചൊരു വേഷമായിരുന്നു ഭാനുപ്രിയയ്ക്ക് ലഭിച്ചത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.